ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ടോപ്പിക്കുകളും അവയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പവർ ട്രാൻസ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവും അതേപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടെർമിനോളജീസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ദ ഫംഗ്ഷൻ ഓഫ് ദ ജോക്കി പുള്ളി ഈസ് ടു. ഒരു ജോക്കി പുള്ളിയുടെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മൾ ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരുന്നു ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ അല്ലെങ്കിൽ ജോക്കി പുള്ളി എന്നുള്ളത്. അപ്പോൾ ഒരു ഐഡ്ലർ പുള്ളി അല്ലെങ്കിൽ ഒരു ജോക്കി പുള്ളി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ബെൽറ്റ് ഡ്രൈവിനെയാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളി എന്ന് പറയാം. രണ്ട് ഷാഫ്റ്റുകളും രണ്ട് പുള്ളീസുമാണ് ഒരു ബെൽറ്റ് ഡ്രൈവിൽ ഉണ്ടാവുക. ഒരു ഡ്രൈവർ പുള്ളിയും അതേപോലെ തന്നെ ഒരു ഡ്രിവൺ പുള്ളിയും ഉണ്ടാവും. എന്നാൽ ഐഡ്ലർ പുള്ളി ടൈപ്പ് ബെൽറ്റ് ഡ്രൈവുകളുടെ കേസിൽ ഒരു ഐഡ്ലർ പുള്ളി അല്ലെങ്കിൽ ഒരു ജോക്കി പുള്ളി എക്സ്ട്രാ ഈ ചെറിയ പുള്ളിയുടെ തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ പുള്ളി കൊടുത്തിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഇതിന്റെ അടിഭാഗം എന്താണ്? ടെൻഷൻ സൈഡാണ്. ടോപ്പ് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? സ്ലാക്ക് സൈഡാണ്. അപ്പോൾ ഇതിന്റെ ടെൻഷനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ചെറിയ പുള്ളിയിലേക്ക് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോക്കി പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ജോക്കി പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെൻഷനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡ്ലർ പുള്ളിയുടെ ഫംഗ്ഷൻ ആണ് എന്ത്? ടു മെയിൻറ്റെയിൻ ദ പ്രോപ്പർ ടെൻഷൻ ഇൻ ദ ബെൽറ്റ്. നമുക്കറിയാം, ഇങ്ങനെ ഐഡ്ലർ പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചെറിയ പുള്ളിയിലേക്ക്, അത് ഡ്രൈവർ പുള്ളി ആയിരിക്കും, ആ ഡ്രൈവർ പുള്ളിയുടെ അടുത്തേക്കുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യണം. ഇങ്ങനെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പവർ ട്രാൻസ്മിഷനും എന്ത് ചെയ്യും? കൂടുതൽ പവർ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ബെൽറ്റ് ഡ്രൈവിനുള്ള ചില ഡിഫക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പവർ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആയിട്ട് നടത്താൻ സാധിക്കും. സോ ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ജോക്കി പുള്ളി എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് യൂസ്ഡ് ഇൻ എ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ഈസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് എൻ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഒരു ക്രോസ് ബെൽറ്റ് ഡ്രൈവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവിന് ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനെ അപേക്ഷിച്ച് എത്രത്തോളം ബെൽറ്റിന്റെ ലെങ്ത് അധികം ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ ഫിഗറിൽ നോക്കുക, നിങ്ങൾക്കറിയാം, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ പുള്ളിയിൽ നിന്ന് ഡ്രിവൺ പുള്ളിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബെൽറ്റ്, ഒരു എൻഡ്ലെസ് ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. രണ്ട് പുള്ളീസും അല്ലെങ്കിൽ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലേക്കാണ്. എന്നാൽ ഒരു ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആകുമ്പോൾ എന്താണ്? രണ്ട് ഷാഫ്റ്റുകളിൽ രണ്ട് പുള്ളീസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പുള്ളീസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാരണം ബെൽറ്റ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? ക്രോസ് ആയിട്ടാണ്. ഇതിന്റെ ടോപ്പിൽ നിന്ന് വരുന്ന ബെൽറ്റ് ഇതിന്റെ ബോട്ടത്തിലേക്കാണ് പോകുന്നത്. സോ ക്രോസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരാൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത്? ഒരു ഓപ്പൺ ബെൽറ്റിനേക്കാൾ കൂടുതൽ ബെൽറ്റിന്റെ ലെങ്ത് കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ഏതിനാണ്? ഒരു ക്രോസ് ബെൽറ്റ് ഡ്രൈവിനാണ്. ശരിക്കും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന്റെയും അതേപോലെ തന്നെ ക്രോസ് ബെൽറ്റ് ഡ്രൈവിന്റെ ഒക്കെ ലെങ്ത് ഓഫ് ബെൽറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. സോ അതുകൊണ്ട് എന്തായാലും ഇവിടെ നോക്കുക, ക്രോസ് ബെൽറ്റ് ഡ്രൈവുകൾക്ക് എന്തുണ്ടാവും? ബെൽറ്റിന്റെ ലെങ്ത് കൂടുതലായിട്ട് ആവശ്യം വരും. എന്നാൽ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന് അവിടെ ബെൽറ്റിന്റെ ലെങ്ത് കുറച്ചു മതിയായിരിക്കും. എന്നാൽ ഇരട്ടിയുടെ ഒന്നും ആവശ്യമില്ല. എന്താണ്? ഓപ്പൺ ബെൽറ്റ് ഡ്രൈവുകളെക്കാൾ കൂടുതലായിരിക്കും ക്രോസ് ബെൽറ്റ് ഡ്രൈവിന് ആവശ്യമായിട്ട് വരുന്ന ബെൽറ്റിന്റെ ലെങ്ത്. ഓക്കെ, സോ അതിന്റെ ആൻസർ എന്താണ്? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഡ്രൈവ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ പോസിറ്റീവ് ഡ്രൈവ് അല്ലാത്തത് എന്താണ്? എന്താണ് ഈ പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പുള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിൽ നിന്ന് അതിന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് മറ്റേ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയാം. അതിലെന്തെങ്കിലും കുറവ് വരാനുള്ള പല കാരണങ്ങളുണ്ട് അല്ലേ? നമുക്ക് ഇപ്പോൾ ബെൽറ്റുകൾക്ക് സ്ലിപ്പ് സംഭവിക്കുന്ന ബെൽറ്റ് ഏതാണ്? അത് ബെൽറ്റ് ഡ്രൈവ് ആണ്. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഡ്രൈവ് അല്ലാത്തത് ബെൽറ്റ് ഡ്രൈവ് ആണ്. പോസിറ്റീവ് ഡ്രൈവ് ആയിട്ടുള്ള ഡ്രൈവുകൾ എന്ന് പറഞ്ഞാൽ ഗിയർ ഡ്രൈവ്, ഷാഫ്റ്റ് ഡ്രൈവ്, അതേപോലെ തന്നെ ചെയിൻ ഡ്രൈവ് ഒക്കെ എന്താണ്? പോസിറ്റീവ് ഡ്രൈവുകളാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം ഹാസ് 2 പുള്ളീസ് മൗണ്ടഡ് ഓൺ ഡ്രിവൺ ഷാഫ്റ്റ് ആൻഡ് 1 പുള്ളി ഓൺ ദി ഡ്രൈവിംഗ് ഷാഫ്റ്റ്? ഒരു ഷാഫ്റ്റിൽ, ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ ഒരു പുള്ളിയും
ഡ്രിവൺ ഷാഫ്റ്റിൽ 2 പുള്ളിയും കണക്ട് ചെയ്തിട്ടുള്ളത് ഏത് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റത്തിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിന്റെ ആൻസർ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് ആണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പുള്ളിനെ ഇന്റർഫിയർ ചെയ്യാതെ തന്നെ നമുക്ക് ഡ്രിവൺ ഷാഫ്റ്റിനെ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റമാണ് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവിന്റെ പ്രത്യേകത? ഇതിൽ ഡ്രിവൺ ഷാഫ്റ്റിൽ 2 പുള്ളീസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഡ്രിവൺ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള 2 പുള്ളീസ് ഒന്ന് ഫാസ്റ്റ് പുള്ളിയും ഒന്ന് ലൂസ് പുള്ളി ആയിരിക്കും. എന്താണ് ഫാസ്റ്റ് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ഷാഫ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് ആ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. എന്നാൽ ലൂസ് പുള്ളിയാണ് എന്നുണ്ടെങ്കിൽ ഷാഫ്റ്റിൽ വെറുതെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അത് കീ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ആ പുള്ളി കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ആ പുള്ളി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പൊ ആദ്യം ഇപ്പോൾ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പുള്ളിയിലും അതേപോലെ തന്നെ ഫാസ്റ്റ് പുള്ളിയിലും ആയിട്ടാണ് എന്ത് ചെയ്യുക, ബെൽറ്റ് കിടക്കുന്നുണ്ടാവുക. സോ ഈ ഡ്രൈവിംഗ് പുള്ളിയിൽ എത്രയാണോ പവർ ഉണ്ടാവുന്നത് അത് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ഷാഫ്റ്റിലേക്കും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബെൽറ്റിനെ ലൂസ് പുള്ളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഡ്രൈവിംഗ് പുള്ളി എന്ത് ചെയ്യണമെന്നില്ല, ഓഫ് ചെയ്യേണ്ടി വരില്ല. ഈ പുള്ളിയുടെ മുകളിൽ കിടന്ന് ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്താലും ആ പവർ എന്ത് ചെയ്യില്ല, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടില്ല. സോ അതാണ് എന്ത് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ 1 പുള്ളിയും ഡ്രിവൺ ഷാഫ്റ്റിൽ 2 പുള്ളിയും കണക്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം ആണ് എന്ത് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് എന്നുള്ളത്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൈൻഡ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് ഈസ് പ്രിഫേർഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ അപ് ടു 10 മീറ്റർ? 10 മീറ്റർ ദൂരത്തേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സിസ്റ്റം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ആണ്. നമുക്കറിയാം, ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് നമ്മൾ ഉപയോഗിക്കുന്നത് 2 പുള്ളീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ് ടു 10 മീറ്റർ വരെ ഉള്ളതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ബെൽറ്റുകളാണ്. വി ബെൽറ്റ് ഡ്രൈവുകൾക്ക് 10 മീറ്റർ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചും കൂടെ അടുത്തായിട്ടായിരിക്കും എന്ത് ചെയ്യുക, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ് ടു 10 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവുകളാണ്. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്ച്വൽ ഡിഫറൻസ് കോസ്ഡ് ബിറ്റ്വീൻ ദ സർഫസ് സ്പീഡ് ഓഫ് ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളീസ്. ബെൽറ്റിന്റെ സർഫസ് സ്പീഡും അതേപോലെ തന്നെ പുള്ളിയും തമ്മിലുള്ള ആ സ്പീഡ് ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ലിപ്പ് എന്ന് പറയാം. എന്താണ് സ്ലിപ്പ്? സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻസഫിഷ്യന്റ് ഫ്രിക്ഷൻ ആണ്, അല്ലേ? ഒരു ഇൻസഫിഷ്യന്റ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെ തമ്മിൽ? ഡ്രൈവർ പുള്ളിയും ബെൽറ്റും തമ്മിലോ അല്ലെങ്കിൽ ബെൽറ്റും ഡ്രിവൺ പുള്ളിയും തമ്മിൽ ഒരു ഇൻസഫിഷ്യന്റ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ബെൽറ്റ് മൂവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല എന്ത് ചെയ്യുക, പുള്ളി മൂവ് ചെയ്യുക. അവിടെ ഫ്രിക്ഷൻ ഇല്ല. സോ അങ്ങനെ ഫ്രിക്ഷൻ റെഡ്യൂസ് കാരണം ബെൽറ്റിനുണ്ടാകുന്ന സ്ലിപ്പിനെയാണ് നമ്മൾ സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, ബെൽറ്റ് പുള്ളിയിൽ നിന്ന് സ്ലിപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് എന്ന് പറയുക. എന്നാൽ ക്രീപ്പ് എന്താണ്? ക്രീപ്പ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, സ്ലാക്ക് സൈഡിൽ നിന്ന് ടെൻഷൻ സൈഡിലേക്ക് ബെൽറ്റ് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബെൽറ്റ് കോൺട്രാക്ട് ചെയ്യുകയും ടെൻഷൻ സൈഡിൽ നിന്ന് സ്ലാക്ക് സൈഡിലേക്ക് ബെൽറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ഷൻ കാരണം ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവും ബെൽറ്റുകൾക്ക്. ഇങ്ങനെ ബെൽറ്റുകൾക്ക് ഉണ്ടാവുന്ന ലെങ്ത്തിൽ വരുന്ന ചേഞ്ചും അപ്പൊ എന്ത് ചെയ്യും, പുള്ളി തമ്മിൽ ഉണ്ടാവുന്ന ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവും. ആ റിലേറ്റീവ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ലിപ്പും ക്രീപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന്റെ എന്താണ്, ബെൽറ്റിന്റെ സ്പീഡും പുള്ളിയുടെ സ്പീഡും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബെൽറ്റ് പുള്ളിയിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്രീപ്പ് എന്ന് പറയുന്നത് ലെങ്ത്തിൽ വരുന്ന വേരിയേഷൻ കാരണം ബെൽറ്റും പുള്ളിയും തമ്മിൽ ഉണ്ടാവുന്ന റിലേറ്റീവ് മോഷനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഡ്രസ്സിംഗ്? ഡ്രസ്സിംഗ് ഓഫ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാലോ അല്ലെങ്കിൽ ഒരു പൗഡേർഡ് റെസിന് ബെൽറ്റിന്റെ ഇന്നർ സൈഡിൽ നമ്മൾ അടിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു ഇംപ്രൂവ് ദി ഗ്രിപ്പിംഗ് പ്രോപ്പർട്ടി. ഗ്രിപ്പിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബെൽറ്റിലുള്ള ക്രാക്കുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഡ്രസ്സിങ് കൊടുക്കുക. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. എന്തിന്റെ ടേംസിലാണ് ബെൽറ്റിന്റെ സ്ലിപ്പ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഇത് പെർസെൻറ്റേജിലാണ്. നമുക്കറിയാം 10% സ്ലിപ്പുള്ള ഒരു ബെൽറ്റ് ഡ്രൈവ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ 90% മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പവർ ട്രാൻസ്മിഷൻ സംഭവിക്കുകയുള്ളൂ. 10% അവിടെ എന്താണ്, പവർ ലോസ് ആണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ദ ആർക്ക് ഓഫ് കോൺടാക്ട് ഇൻക്രീസസ് ഡാഷ് ഇൻക്രീസസ്.
ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഐഡിയൽ പുള്ളി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യും. വി ക്യാൻ ട്രാൻസ്ഫർ മോർ പവർ, അല്ലേ? പവർ കൂടുതലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെലോസിറ്റി റേഷ്യോ ഓഫ് എ ബെൽറ്റ് ഡ്രൈവ്. എന്താണ് വെലോസിറ്റി റേഷ്യോ? വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി സ്പീഡ് ഓഫ് ദി ഡ്രൈവർ പുള്ളി, സ്പീഡ് ഓഫ് ദി ഡ്രിവൺ പുള്ളി ടു ദ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ പുള്ളിയാണ്, അല്ലേ? N2/N1 ആണ് എന്ത്? വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിവൺ പുള്ളിയുടെ സ്പീഡും ഡ്രൈവർ പുള്ളിയുടെ സ്പീഡും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്ന് പറയാം. അത് ഡയമീറ്ററിന്റെ ടേംസിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് d1/d2, ദാറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളി ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ പുള്ളി. സ്പീഡിന്റെ ടേംസിൽ പറയുമ്പോൾ സ്പീഡ് ഓഫ് ദി ഡ്രിവൺ പുള്ളി ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ പുള്ളി എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വി ബെൽറ്റ് ആർ യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് വി ബെൽറ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലേക്കാണ് വി ബെൽറ്റ് ഉപയോഗിക്കുന്നത്? നമുക്ക് അറിയാം ഫ്ലാറ്റ് ബെൽറ്റുകളേക്കാൾ കുറഞ്ഞ ദൂരത്തേക്ക് മാത്രമേ വി ബെൽറ്റുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ വി ബെൽറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ ഷോർട്ട് ഡ്രൈവ്. കുറഞ്ഞ ഡിസ്റ്റൻസിൽ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള ദൂരം കുറവാണെങ്കിലാണ് നമ്മൾ വി ബെൽറ്റുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി ബെൽറ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് ഗ്രൂപ്പ്സ് ആസ് പെർ IS 2494/1974. IS കോഡ് 2494/1974 പ്രകാരം വി ബെൽറ്റുകളെ എത്ര ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ 5 ആണ്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ് വി ബെൽറ്റുകളിൽ. നമുക്കറിയാം വി ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ബെൽറ്റ് എന്ന് പറഞ്ഞാൽ വി ഷേപ്പിൽ ക്രോസ് സെക്ഷൻ ഉള്ള, അതല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ ഉണ്ടാവും. വി ഷേപ്പ് അല്ല, വി ബെൽറ്റ് എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ഷേപ്പിൽ ക്രോസ് സെക്ഷൻ വരുന്നത്. അതായത് ഈ ബെൽറ്റിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പാണ് എന്ത് ചെയ്യുക വി ബെൽറ്റുകൾക്ക് ഉണ്ടാവുക. ഇനി നമുക്കറിയാം വി ബെൽറ്റുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഗ്രൂവ്ഡ് പുള്ളിയിലാണ്. അതായത് ഫ്ലാറ്റ് ബെൽറ്റുകൾ പോലെ തന്നെ, ഒരു ഫ്ലാറ്റ് ബെൽറ്റുകൾ പോലെ ഒരു പുള്ളിയുടെ പുറത്തല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, മറിച്ച് ആ പുള്ളിയിൽ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഗ്രൂവിലൂടെയാണ് വി ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം 3 വി ബെൽറ്റുകൾ അടുപ്പിച്ചടുപ്പിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കേസുകളിലാണ് ഇങ്ങനെ ഒന്നിലധികം ഗ്രൂവുകൾ ഫോം ചെയ്തിട്ട് അതിൽ വി ബെൽറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി വി ബെൽറ്റുകൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ പുള്ളീസിലുള്ള ഗ്രൂവ്സ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു വി ഷേപ്പിലായിരിക്കും. പുള്ളിയിൽ കട്ട് ചെയ്തിരിക്കുന്ന ഒരു വി ഷേപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്കൊരു ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബെൽറ്റിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിഭാഗം എന്ത് ചെയ്യില്ല, താഴത്തെ സർഫസുമായിട്ട് മുട്ടില്ല. ഇതിന്റെ സൈഡുകളാണ് എന്ത് ചെയ്യുന്നത്, വി ബെൽറ്റിൽ പുള്ളിയുമായിട്ട് കോണ്ടാക്ട് വരുന്നത് വി ബെൽറ്റിന്റെ സൈഡുകളാണ്. അതായത് ആ ട്രപ്പിസോയിഡൽ സെക്ഷന്റെ 2 സൈഡുകളാണ് എന്ത് ചെയ്യുക ഇതുമായിട്ട് പുള്ളിയായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുക. ലാർജ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കേസുകളിലാണ് നമ്മൾ വി ബെൽറ്റ് ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു വി ബെൽറ്റുകൾ ഷോർട്ട് ഡ്രൈവുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് 2 ഷാഫ്റ്റുകൾ തമ്മിലുള്ള ദൂരം കുറവാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, വി ബെൽറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വി ബെൽറ്റുകളെ നമ്മൾ 5 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ ക്രോസ് സെക്ഷൻ സിമ്പലിനെ ബേസ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത് അതിന്റെ ആ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എ മുതൽ ഇ വരെ ABCDE എന്നുള്ള 5 ക്ലാസിഫിക്കേഷനുകളാണ് ഒരു വി ബെൽറ്റിന് ഉള്ളത്, അല്ലെങ്കിൽ 5 ഗ്രൂപ്പുകളാണ് വി ബെൽറ്റിന് ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഫോർ ദ വി ബെൽറ്റ് ഈസ് യൂഷ്വലി. ഒരു വി ബെൽറ്റിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പുള്ളിയാണ്. ഈ പുള്ളിയിൽ എന്തിരിക്കുകയാണ്, ഒരു ട്രപ്പിസോയിഡൽ സെക്ഷനുള്ള വി ബെൽറ്റ് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ക്രോസ് സെക്ഷനാണ്, പുള്ളിയുടെയും ബെൽറ്റിന്റെയും കൂടെ ഒരുമിച്ചുള്ള ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വി ബെൽറ്റ് ഈ ഗ്രൂവിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇതിന്റെ താഴത്തെ ഭാഗം എന്ത് ചെയ്യുന്നില്ല, പുള്ളിയായിട്ട് കോണ്ടാക്ട് വരുന്നില്ല, മറിച്ച് പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്നത് ഈ 2 സൈഡുകളാണ്. ഇനി എന്താണ് ഇൻക്ലൂഡഡ് ആംഗിൾ? ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡുകൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു വി ഷേപ്പ് ഫോം ചെയ്തു അല്ലേ. ആ വി ഷേപ്പിൽ ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ദ വി ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വി ബെൽറ്റിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ഇപ്പൊ ഇതിൽ ഓപ്ഷനിൽ 30 to 40 എന്നുള്ളത് ആൻസർ ചെയ്യുക. 40 ഡിഗ്രിയാണ് ആക്ച്വലി വി ബെൽറ്റിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. 30 മുതൽ 40 വരെയുള്ള ആംഗിളുകൾ ചിലപ്പോൾ മാറി വരാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ക്രൗണിംഗ് ഓഫ് ദ ഫ്ലാറ്റ് പുള്ളി ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് ഈസ്. എന്തിനാണ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവുകളിൽ
പുള്ളിനെ ക്രൗൺ ചെയ്തിട്ടുള്ളത്. ക്രൗണിങ് ഓഫ് പുള്ളി എന്തിനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്രൗണിങ് ഓഫ് പുള്ളി എന്തിനാണ് കൊടുത്തിട്ടുള്ളത്? സ്ലിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ബെൽറ്റ് അതിൻ്റെ പുള്ളിയിൽ നിന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൗണിങ് ഓഫ് ദ പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് പ്രിവെന്റ് ദ ബെൽറ്റ് ഫ്രം റണ്ണിങ് ഓഫ് ദ പുള്ളി. പുള്ളിയിൽ നിന്ന് ബെൽറ്റ് തെന്നി മാറാതിരിക്കാൻ വേണ്ടി, സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുള്ളീനെ ക്രൗൺ ചെയ്തിട്ടുണ്ടാവുക. പുള്ളീനെ ക്രൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ സർഫസിൽ ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ കൊടുത്തിരിക്കുന്ന ആ ഭാഗം കുറച്ച് റൈസ് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് എൻഡിലേക്കും കോൺവെക്സ് ഷേപ്പിലാണ് എന്ത് ചെയ്യുക, പുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതിന് മുകളിൽ ഫ്ലാറ്റ് ബെൽറ്റ് വെക്കുമ്പോൾ അതെന്ത് ചെയ്യില്ല, തെന്നി പോവാതിരിക്കാൻ വേണ്ടി പുള്ളീനെ ക്രൗൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.